രജനസ് ഉണ്ണിത്താൻ സോനം വാങ്ചു നിരാഹാര സമരം ഉപേക്ഷിച്ചു. അദ്ദേഹം സർക്കാർ നൽകിയ ഒരു ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു നിരാഹാരം ഉപേക്ഷിക്കാൻ തയ്യാറായി. CJP പ്രവർത്തകർ ഇന്ന് മന്ത്രിമാരുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ലേ? കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്താണ്? ഡോക്ടർ കിഷോർ, ഇവിടെ വളരെ സമാധാനപരമായി അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ സംഭവം, ഇത്രയും കൂടുതൽ വിദ്യാർത്ഥി സമൂഹം ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതിന്റെ കാരണം എന്താണ്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ ചോദ്യം ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായത്? ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. രാജ്യത്തെ ഏതാണ്ട് 276 ക്വസ്റ്റ്യൻ പേപ്പറിൽ 158 ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ വർഷവും ഇതേ നടപടികൾ തന്നെ തുടർന്നു. ആ നടപടികളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ അവിടെ ഇന്റേണൽ അന്വേഷണം പ്രഖ്യാപിച്ച് തടിതപ്പിയ ഗവൺമെന്റാണ്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇവിടെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ? ആ അന്വേഷണം പാളിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അത് ഇതുവരെയായിട്ടും ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ ചോർന്നിട്ടുള്ള ചോദ്യപേപ്പറുകളുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകൾ, അതായത് രാജ്യത്ത് നടക്കുന്ന എല്ലാ മത്സര പരീക്ഷകളിലും ഈ രീതിയിലേക്ക് ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഈ പറയുന്ന വർഷങ്ങളിലെല്ലാം ഈ രാജ്യത്ത് നടക്കുന്ന മത്സര പരീക്ഷകളിലെല്ലാം ഇതേ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആരാണ്? കേവലം ഉദ്യോഗസ്ഥരിൽ മാത്രമാണ് നിൽക്കേണ്ടത്? ഇത് മന്ത്രിതലത്തിലുണ്ടാവേണ്ട കാര്യങ്ങളല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്യേണ്ടത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞുകൊണ്ടല്ലേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകേണ്ടത്? അതല്ലേ ധാർമ്മികത എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദ്യം ചോദിക്കേണ്ടത് അദ്ദേഹത്തിന്റെ രാജിയല്ലേ ചോദിക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ടല്ലേ നിൽക്കേണ്ടത്? ഇത് എപ്പോഴാണ് അദ്ദേഹം ഒന്ന് പ്രതികരിച്ചത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എപ്പോഴാണ് പ്രതികരിച്ചത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു, ശരിയാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ പരമോന്നതമായി നമ്മൾ കാണുന്ന ലോക്സഭയിലും രാജ്യസഭയിലും ഒന്നും വരാതെ ഇരുന്ന് മാറി നിന്ന ആളാണ്. പ്രതിപക്ഷത്തിന് പോലും അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. രാജ്യത്തെ ഈ പറയുന്ന വിദ്യാർത്ഥി സമൂഹം ത്തോട് ഈ ഗവൺമെന്റ് കാണിച്ച, ഡൽഹി പോലീസ് കാണിച്ച അതിക്രൂരത നമുക്ക് മറിച്ച് കാണാതിരിക്കാൻ സാധിക്കുമോ? എന്തൊക്കെ പറഞ്ഞാണ് BJP-ക്കാരും ഈ പറയുന്ന ഗവൺമെന്റ് ഇവരെ ആക്ഷേപിച്ചത്? ആദ്യം ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ വിദേശ ശക്തികളുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വരെ കള്ള പ്രചരണ ഒരു ലെറ്റർപാട് കൊണ്ട് വന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് എന്ന് പോലും കറക്റ്റായിട്ട് പോലും അല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നത്. BJP-യുടെ പല പ്രതിനിധികളും നമ്മളുമായുള്ള ചർച്ചകളിൽ ഉയർത്തി കാണിച്ചതാ. ഒരു രാജ്യത്തൊരു സമരം നടക്കുമ്പോൾ ആ സമരങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത് എന്നറിയാത്ത ഒരു ഗവൺമെന്റും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി കേരളത്തിലെ BJP-യും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും മാറി. അതിനുദാഹരണമാണ് രാജ്യത്ത് ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നത്. അവിടെയുള്ള സ്ത്രീജനങ്ങളെ, അതായത് വിദ്യാർത്ഥിനികളെ എത്രത്തോളം ക്രൂരമായാണ് ഡൽഹി പോലീസ് ആക്രമിച്ചത്. അവരുടെ ബാക്ക് വശത്തൊക്കെ പോയി ഇന്ന് പോലീസ് അടിച്ചിട്ട് ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലേ? പക്ഷേ രജൻ, കോൺഗ്രസിനെതിരെ പക്ഷേ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആക്ഷേപം, ഇത്രയും നാളും ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് തീരുമാനിച്ചില്ല, അല്ലെങ്കിൽ സമരത്തിന്റെ ഭാഗമാവണോ തീരുമാനിച്ചില്ല. CJP ഒരു സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിലെ പിന്തുണയ്ക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോഴും CJP-യുടെ പേര് രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എങ്ങനെ ഇതുപോലുള്ള ഒട്ടേറെ ആക്ഷേപങ്ങളും കോൺഗ്രസിനെതിരെ ഉയരുന്നുണ്ട്? ഡോക്ടർ കിഷോർ, എവിടെയാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലും, അതായത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട ആദ്യം നിലപാടെടുത്തതും ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞതും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? അത് നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ എവിടെയാണ് ഞങ്ങൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുവാൻ അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അതിപ്പോ യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും അങ്ങനെയുള്ള ഏത് രാഷ്ട്രീയ ഇതുമായി ബന്ധപ്പെട്ട പോഷക സമരങ്ങളായാലും അതായത് പ്ലാറ്റ്ഫോമിൽ നിന്ന് സമരം ചെയ്യുന്നവരാണ്. ഞങ്ങൾ മണ്ഡലം തലം മുതൽ നിയോജക മണ്ഡലം തലം ദേശീയ തലം വരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമരത്തിന്റെ ഈ പറയുന്ന സമരം അടിച്ചമർത്താൻ നടന്നപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വീടിന്റെ കവാടത്തിലേക്ക് ആ സമരവുമായി ബന്ധപ്പെട്ട് ചെന്നതുകൊണ്ടല്ലേ ഇവർ ഇത്രയും ഭയാശക കൂടിക്കൊണ്ട് ഇപ്പോഴും വലിയ വലിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ ഒരു തീരുമാനങ്ങളും അപ്പുറമാണ് കിഷോർ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ആളായ ഈ പറയുന്ന 23 വിദ്യാർത്ഥികളെ, ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ വീടുകളിലുള്ള വിദ്യാർത്ഥികൾ, അത് നാളെ കാലത്ത് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ഊന്നിക്കൊണ്ടുള്ള
നടത്തിയിട്ടുള്ള സമരമാണ്. 23 വിദ്യാർത്ഥികളാണ് ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അവരോടുള്ള ആ ഒരു പരിഗണനയെങ്കിലും പാലിച്ചുകൊണ്ട് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധാർമ്മികതയുടെ പേരിലെങ്കിലും മാറി നിൽക്കേണ്ടതാണ്. അദ്ദേഹം ചെയ്തില്ലെങ്കിൽ ആ ധാർമ്മികത ഓർമ്മിപ്പിക്കേണ്ട ആളാണ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJPയുടെ രാഷ്ട്രീയ കക്ഷികളാണ്. ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. ഈ സമരം നാട്ടിലെ നമ്മളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നാളെ തലമുറയ്ക്ക് വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തിനെ വെറും ന്യായീകരിക്കുന്ന രീതിയിലേക്കൊന്നും വന്ന് സംസാരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി.